കുഞ്ഞിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് അവിടെ വെച്ചിട്ട് ശരത്തിനെ കണ്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതിയുടെ അടുത്ത് പറയുന്നവരെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ബാക്കി വിശേഷങ്ങൾ നോക്കാം. എന്തിനാണ് ശരത്ത് അവിടെ വന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് രേവതി. എന്നെ കാണാനില്ല എന്നുള്ള പേരിൽ കംപ്ലൈന്റ് കൊടുക്കാനാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്നെ കാണാനില്ല എന്നുള്ള പേരിൽ കംപ്ലൈന്റ് കൊടുക്കാനല്ല, അവൻ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത്. ഞാൻ നിന്നെ കൊടുമപ്പെടുത്തുന്നുണ്ടോ എന്നും നിന്നെ ഞാൻ എവിടെയോ തട്ടിക്കളഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് അവൻ അവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാനാണ് അവിടെ ചെന്നതെന്ന് പറയാണേ. ഒരിക്കലും ശരത്ത് അങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല എന്നുള്ള കാര്യം രേവതി പറയാണേ. ഒരിക്കലും ഇത് അവൻ ഒറ്റയ്ക്ക് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല, ആരോ പേര് കയറ്റി വന്നതാണ്. വന്ന ദേഷ്യത്തില് ഞാൻ അവിടുന്ന് 2 എണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നിന്നെ കാണാത്തതിന്റെ ആ ഒരു വിഷമം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വിട്ടുകളഞ്ഞു. എന്തായാലും അതൊക്കെ വിട്ടേക്ക് രേവതി. ഈ ചാൻസ് ഉപയോഗിച്ചിട്ട് അവൻ എന്നെ പെടുത്ത എന്നുള്ള കാര്യം വിചാരിച്ചതാണ്. അവൻ ഇങ്ങനെ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ആരുടെ പറഞ്ഞില്ല, വീട്ടിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് നീയും ആരുടെ പറയാൻ വേണ്ടി നിൽക്കണ്ട എന്നുള്ള കാര്യം സച്ചി പ്രത്യേകമായിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ശരി, അവന്റെ അടുത്ത് ഞാൻ പിന്നീട് സംസാരിച്ചോളാം. അവന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സോറി പറയാ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തിനാ രേവതി, നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഒരു സോറി വേസ്റ്റ് ചെയ്യുന്നത്? അവൻ ചെയ്തതിന് നിനക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം വിളമ്പി കൊടുക്കാൻ കേട്ടോ. സച്ചിന്റെ അടുത്ത് ആദ്യം കഴിക്കാൻ വേണ്ടി രേവതി പറയുമ്പോൾ, രേവതി നിന്നെ കുറിച്ച് എനിക്കറിയില്ലേ, ജോലി എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീ ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കില്ല, അതുകൊണ്ട് നീയും കഴിച്ചു കാണില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യം നീ കഴിക്കുമെന്ന് പറയണേ. അല്ല, സച്ചേട്ടൻ കഴിക്കുമെന്ന് പറയുന്നുണ്ട് രേവതി. അവസാനം സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് വാരി കൊടുക്കുവാണ്. അതിന്റെ ഇടയ്ക്ക് രേവതിയും സച്ചിക്ക് വാരി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത്, രാവിലെ തന്നെ ലക്ഷ്മി അതുപോലെ ദേവും കൂടി ചേർന്നിരുന്നിട്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വീട്ടില്. അപ്പൊ ദേവ് ചോദിക്കുന്നുണ്ട്, ചേച്ചി വിളിച്ചോ എന്നുള്ള കാര്യം. ഇല്ലടി, അവളിതുവരെ വിളിച്ചില്ല. രാത്രി വന്നപ്പോ തന്നെ സച്ചി വിളിച്ചായിരുന്നു, പക്ഷെ പിന്നെ രേവതി വിളിക്കുമെന്ന് വിചാരിച്ചു, അവള് വിളിച്ചിട്ടില്ല. ചേച്ചി ചിലപ്പോൾ വല്ല തിരക്കിലും ആയിരിക്കും, എന്തായാലും വിളിച്ചോളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് എത്തിയിട്ടോ, അമ്മയെന്ന് വിളിച്ചുകൊണ്ട്. ഇപ്പൊ ഞങ്ങൾ നിന്നെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നീ എന്താ പെട്ടെന്ന് വന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അതെന്താ അമ്മേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ. ഇന്ന് എന്താ ചേച്ചി രാത്രി ഒരുപാട് ലേറ്റ് ആയോ വീട്ടിലെത്താൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അതെ, കുറച്ച് ലേറ്റ് ആയി പോയി ദേവു എന്ന് പറയുന്നുണ്ട്. നീ ഇതുവരെ ഇന്നലെ എവിടെ പോയിട്ട് പൂ കിട്ടായിരുന്നു എന്നുള്ള കാര്യം ലക്ഷ്മി ചോദിക്കുമ്പോൾ, അമ്മ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ചേച്ചിയാണ് വന്നിട്ട് എൻ്റെ അടുത്ത് വിളിച്ചത്, എന്നിട്ട് മാല കെട്ടിക്കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. ആ കടയിൽ വന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നുള്ള ലക്ഷ്മി പറയുമ്പോൾ, അതെ അമ്മ, അതിന് വേണ്ടിയിട്ടാണ് പോയത്. മാല കെട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഒരുപാട് ലേറ്റ് ആയി പോയത്. ഇന്നലെ സച്ചിയേട്ടൻ വിളിച്ചിട്ട് ചേച്ചി ലേറ്റ് ആയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളും കുറച്ച് ടെൻഷനായി എന്നുള്ള കാര്യം ദേവു പറയുമ്പോൾ, ഇതെന്താ ഞാൻ ആദ്യമായിട്ടാണ് പൂ കെട്ടാൻ വേണ്ടി പോയിട്ട് ലേറ്റ് ആയിട്ട് വരുന്നത്? എന്നാ രേവതി കല്യാണം ആയില്ലേ എന്നുള്ള കാര്യമാണ് ലക്ഷ്മി ചോദിക്കുന്നത്. ഇപ്പോ നിനക്ക് ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അറ്റ്ലീസ്റ്റ് നീ സച്ചിയുടെ അടുത്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ പോവാന്? അതമ്മ ഫോൺ ഓഫായി പോയതാന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ, ചേച്ചി ചുമ്മാ പറയണ്ട, ഇന്നലെ ഉച്ച മുതലേ സച്ചിയുടെ ചേച്ചിയെ വിളിക്കുന്നുണ്ട്, പക്ഷെ ചേച്ചി ഫോൺ എടുത്തില്ല. അത് സച്ചിയുടെ അടുത്ത് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാതിരുന്നത് എന്നുള്ള കാര്യം കേട്ട ഉടനെ തന്നെ അപ്പൊ നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. എടി, അന്ന് കല്യാണ ദിവസമൊക്കെ നല്ലപോലെ ആയിരുന്നല്ലോ, അന്ന് സച്ചി നിന്നെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തിയൊക്കെ പറഞ്ഞതാണല്ലോ, പിന്നെ എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടും, പിന്നെ എനിക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കലല്ലേ പണി. അപ്പൊ സച്ചേട്ടനാണോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ദേവു ചോദിക്കുമ്പോൾ, അല്ല, ഞാനാണ് ആരംഭിച്ചത്. അല്ലെങ്കിലും എനിക്ക് തോന്നി നീ നിന്റെ വാ വെച്ചിട്ട് ചുമ്മാ ഇരിക്കില്ലല്ലോ, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അമ്മ കണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നീ സച്ചിയുമായിട്ട് അടി ഉണ്ടാക്കുന്നത്? അമ്മ ഇതിന് മാത്രം പറയാൻ എന്തിരിക്കുന്നു? അമ്മ അച്ഛനുമായിട്ട് അടി ഉണ്ടാക്കാറൊന്നുമില്ലേ? എപ്പോഴും ചിരിച്ചിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചി, അച്ഛൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, അമ്മയായിരുന്നു അടി ഉണ്ടാക്കുക എന്നുള്ള കാര്യം ദേവു പറയുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക്. എന്താടി നീ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നതാണ് ദേവുവിന്റെ അടുത്ത് ലക്ഷ്മി. ഞാനും അടി ഉണ്ടാക്കും, അങ്ങേരും അടി ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. അതും ഞാൻ എന്റെ ഭർത്താവുമായിട്ട് അടി ഉണ്ടാക്കും. ഇന്ന് ഞങ്ങൾ ചിരിച്ച് സംസാരിക്കും, അതിനിപ്പോ എന്താ? അപ്പൊ ചേച്ചി ഇന്ന് ചിരിച്ച് സംസാരിച്ചിട്ടാണോ വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, സംസാരിച്ചു എന്ന് പറയുകയാണെ ചിരിച്ചും കൊണ്ട്. അതിന് മാത്രം നിങ്ങൾക്കിടയിൽ എന്താടി പ്രശ്നം എന്നുള്ള കാര്യം ലക്ഷ്മി ചോദിക്കുമ്പോൾ, അത് ഞങ്ങൾക്കുള്ളിലുള്ള പ്രശ്നമാണ്, വേറെ ആരും അറിയണ്ടെന്ന് പറയുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, കേട്ടില്ലേ അമ്മേ, ഇപ്പൊ ചേച്ചി പറയുന്നത് അവർക്കിടയിലുള്ളത് ഇപ്പൊ നമ്മളടുത്തൊന്നും പറയില്ല. എന്തായാലും നിങ്ങൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ സംസാരിച്ച് തീർത്തു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ രേവതി, ഇനി ഒരു തവണയും കൂടി സച്ചിയുടെ അടുത്ത് പറയാതെ എവിടെയും പോകരുത്. പാവാണ് സച്ചി, നിന്നെ എവിടെയെല്ലാം തേടി നടന്നു എന്നുള്ള കാര്യം നിനക്കറിയോ? അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ശരത്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ശരത്തിനെ കണ്ടോടെ തന്നെ അവർ രേവതിക്ക് അങ്ങ് കാലി കയറുന്നുണ്ട്. എന്താണ് നിനക്ക് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? നിനക്ക് അതിന് മാത്രം അഹങ്കാരമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും വന്ന ഉടനെ തന്നെ ശരത്തിനെ ചീത്ത വിളിക്കുന്നതാണല്ലോ ലക്ഷ്മി കാണുന്നത്. എന്തിനാണ് നീ അവനെ ചീത്ത വിളിക്കുന്നത്? വന്ന ഉടനെ തന്നെ ഇവനമ്മയെ ചീത്ത വിളിക്കാതെ എന്താണ് ചെയ്യേണ്ടത്? നീ എന്തിനാണ് പോയിട്ട് സച്ചിയുടെ മേലെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്? അയ്യോ, എന്താണ് ഈ പറയുന്നത്? സച്ചിയുടെ മേലെ കംപ്ലൈന്റ് കൊടുത്തോ എന്നോ? അതെ അമ്മേ, എന്നെ സച്ചിയേട്ടൻ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തിനാ നീ സച്ചിയുടെ മേലെ കംപ്ലൈന്റ് കൊടുത്തതെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോ, ഇന്നലെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ചേച്ചിയെ കാണാനില്ല എന്ന്? എവിടെയും തേടിയിട്ട് കണ്ടതുമില്ല,
പിന്നെ ഒരുപാട് ലേറ്റ് ആയപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. അതിന് നീ എന്തിനാ സച്ചേട്ടന്റെ മേലെ കംപ്ലൈന്റ് കൊടുത്തതെന്നുള്ള കാര്യം ദേവ് ചോദിക്കും. എപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ തന്നെയല്ലേ ചേച്ചിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവര് എന്തെങ്കിലും ചെയ്തു കാണുമെന്ന് വിചാരിച്ചിട്ടാണ്. സച്ചി ഇവളെ എന്ത് ചെയ്യാനാണാടാ? പാവാണ് സച്ചി. ഇവളെ കാണാത്തതിന്റെ വിഷമത്തിലായിരുന്നു അവൻ. അവന്റെ മേലെ പോയിട്ട് നീ കംപ്ലൈന്റ് കൊടുത്തു അല്ലേ? അമ്മേ, ഇവൻ ഒരിക്കലും ചേച്ചിയെ കാണാത്തതിന്റെ പേരിലാണ് കംപ്ലൈന്റ് കൊടുത്തെന്നുള്ള കാര്യം തോന്നുന്നില്ല. സച്ചിയേട്ടന്റെ മേലെ ദേഷ്യം തീർക്കാൻ കിട്ടിയ ഒരു അവസരം അത് അവന് മുതലെടുത്തു. ഞാൻ എന്തിനാണ് അതൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ചേച്ചിയെ കാണാത്തത് കൊണ്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തു എന്ന് ശരത്ത് പറയണേ. ശരി, അപ്പോ നീ എന്നെ എവിടെല്ലാം പോയി തേടി എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. രേവതി എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ നീ പോയി അന്വേഷിച്ചു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അല്ല, നേരം വൈകിയോണ്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയതെന്നുള്ള കാര്യം ശരത്ത് പറയുന്നുണ്ട്. എന്നാൽ സച്ചേട്ടനുണ്ടല്ലോ, ഞാൻ പോവാനിടയുള്ള എല്ലാ സ്ഥലത്തും ഒരു സ്ഥലം പോലും വിടാതെ പോയി തേടിയിട്ടുണ്ട്. അത്രയ്ക്കും സച്ചേട്ടൻ എന്റെ ജീവനാണ്. ആ സച്ചേട്ടൻ എന്നെ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നീ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു അല്ലേ? എന്നോട് ചോദിക്കാതെ നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ ദേവ് പറയുന്നുണ്ട്, ഇവൻ തനിയെ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ള കാര്യം തോന്നുന്നില്ല. ആരോ പറഞ്ഞത് കേട്ടിട്ടാണ് ഇവൻ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തത്. ആര് പറഞ്ഞിട്ടാണ് നീ ഇങ്ങനെ ചെയ്തെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോ, ചേച്ചിയെ കാണാത്തിന്റെ ഭയത്തിലിരുന്ന സമയത്ത് ആന്റണി ചേട്ടനാണ് എന്റെ അടുത്ത് പറഞ്ഞത് ലേറ്റ് ആക്കണ്ട, ഉടനെ തന്നെ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ. തുടർന്ന് രേവതി പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ തോന്നി അവനൊപ്പിച്ച പണിയാണ് എന്നുള്ള കാര്യം. ഇപ്പോഴും നീ അവന്റെ കൂടെ തന്നെ ചുറ്റിക്കറങ്ങുവാണല്ലേ? എടാ, നിനക്ക് എന്താടാ ആ ആന്റണിയുടെ കൂടെ ചുറ്റിക്കറങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? ഓൾറെഡി സച്ചിക്ക് നിന്നോട് ദേഷ്യമാണുള്ളത്. ഇപ്പോ സച്ചിക്ക് നിന്നോടുള്ള ദേഷ്യം കൂടുതലായിട്ടുണ്ടാകും. നീ എന്നാണ് ശരത്തെ അവന്റെ കൂടെയുള്ള കറക്കം നിൽക്കുന്നത് അന്ന് മാത്രമേ നീ ഗുണം പിടിക്കുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോ, ചേച്ചി ആന്റണി ചേട്ടൻ ചേച്ചിയുടെ നല്ലതിനെന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എനിക്ക് നല്ലത് നനയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ ആരാണ്? അവനെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയില്ല. ഒരു അവസരം കിട്ടുന്ന സമയത്ത് നിന്നെയും എന്തിലെങ്കിലും പെടുത്തും. നീ നോക്കിക്കോ. അമ്മേ, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ടേ. നീ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അമ്മ എനിക്ക് വീട്ടില് ജോലിയുണ്ട്. ശരത്തെ, നീ നന്നായിട്ടിരിക്കണം എന്നാണ് സച്ചേട്ടൻ ഇപ്പോഴും വിചാരിക്കുന്നത്. അത് നീയായിട്ട് നശിപ്പിക്കാതെ നിൽക്കണ്ട. നീ ആ ആന്റണിയുടെ കൂടെ പോവാതിരിക്കുന്നതാണ് നിനക്കും അതുപോലെ ആന്റണിക്ക് നല്ലത്. പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ദേവുവിന്റെ അടുത്തും അതുപോലെ ലക്ഷ്മിയുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങുവാണേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആന്റണിയും അതുപോലെ അവന്റെ കൂടെയുള്ള ഒരുത്തനും കൂടി സംസാരിക്കുകയാണ്. രേവതി തിരികെ വന്നു എന്നുള്ള കാര്യം ആന്റണിയെ അറിയിക്കുകയാണ് കേട്ടോ. എപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ സച്ചി വഴുതി പോവാണല്ലോ. എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടതിന് അവനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചതാ, പക്ഷെ അവൻ പിടിക്കപ്പെടുന്നില്ലല്ലോ. ആന്റണി ചേട്ടാ, ദാ ശരത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ശരത്ത് വരുന്നത് കാണുമ്പോഴേക്കും, ആ ശരത്തെ വാടാ, നിന്റെ ചേച്ചി വീട്ടിലേക്ക് വന്നു അല്ലേ? ആ വന്നു. ചേച്ചി ഏതൊരു അമ്പലത്തിൽ പൂ കെട്ടാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് വേണ്ടടാ പോവാൻ എന്നുള്ള കാര്യം ആന്റണി ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ എത്ര ടെൻഷനായി എന്നുള്ള കാര്യം അറിയോ? എന്തായാലും അത് വിട്, അവര് വന്നല്ലോ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഇല്ല ചേച്ചി വീട്ടിൽ വന്ന് ചീത്ത വിളിച്ചിട്ട് പോയി. എന്തിനെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അത് സച്ചേട്ടന്റെ പേര് കംപ്ലൈന്റ് കൊടുത്തില്ലേ, അതിന് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് പോയി. അമ്മയും ചീത്ത വിളിച്ചു. എടാ, നമ്മള് നിന്റെ ചേച്ചിക്കൊന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടല്ലേ അങ്ങനെ ചെയ്തത്. ആ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു ഏടാകൂടം പിടിച്ചവനാണ്. അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ലേ? ആണ്, പക്ഷെ ഒരിക്കലും നമ്മൾ ഇത്രയും ധൃതി കാണിക്കണ്ടായിരുന്നു. കംപ്ലൈന്റ് കൊടുത്തത് തെറ്റാണെന്നുള്ള കാര്യം തോന്നുന്നു. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞെന്ന് ആന്റണി ചോദിക്കുമ്പോ, അതല്ല ആന്റണി ചേട്ടാ, അത് അവരുടെ വീട്ടിലെ പ്രശ്നമാണ്. പിന്നെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ച് പോയതൊന്നും അല്ലല്ലോ, ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയതല്ലേ. അതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയോ വിചാരിച്ചിട്ട് സ്റ്റേഷൻ വരെ പോവുകയും ചെയ്തു. ഇപ്പോ തെറ്റ് എന്റെ മേലെ പോലെ ആയി. എടാ, ഒരു അനിയൻ എന്ന രീതിയിൽ ചേച്ചിയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് നീ പോലീസ് സ്റ്റേഷൻ വരെ പോയി. ഇതിൽ എന്ത് തെറ്റാന്നുള്ള കാര്യം ആന്റണി ചോദിക്കുമ്പോ, ഇത്തവണ നമ്മുടെ തെറ്റാണ്. അത് മാത്രമല്ല ഇനി എന്തായാലും ഇങ്ങനത്തെ കാര്യമൊന്നും വേണ്ട. ഏത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, സച്ചേട്ടന്റെ രവി ചേച്ചിയുടെ കാര്യത്തിൽ ഇനി നമ്മൾ തലയിടണ്ട. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം ആന്റണി ചോദിക്കുമ്പോ, അത് ആന്റണി ചേട്ടാ, അവരുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് മോഷ്ടിച്ചത് ഇതുവരെ അവര് വീട്ടില് പറഞ്ഞിട്ടില്ല. അവര് എന്റെ അരികിലേക്ക് വരികയോ എന്റെ കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? കല്യാണ ദിവസം അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ വെറുതെ ഗെറ്റപ്പ് കാണിക്കാൻ വേണ്ടി നോക്കി. ഇതെല്ലാം ആവശ്യമില്ലാത്ത പണിയാണെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു. അതെല്ലാം നിന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലടാ എന്നുള്ള കാര്യം ആന്റണി ചോദിക്കുമ്പോ, അല്ല ആന്റണി ചേട്ടാ, അതൊന്നും ഞാൻ ചെയ്തത് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടല്ല, സച്ചേട്ടനോടുള്ള ദേഷ്യം കൊണ്ടാണ്. എന്തായാലും ഇനി അതൊന്നും വേണ്ട എന്നുള്ള കാര്യം ആന്റണിയുടെ മുഖത്തടിച്ചത് പോലെയാണ് കേട്ടോ ആന്റണിക്ക് അത് കൊള്ളുന്നത്. എന്തായാലും ചേച്ചിയും സച്ചേട്ടനെ കുറിച്ച് ഇനി ചിന്തിക്കുക പോലും വേണ്ട. ഇനി നീ ആന്റണി ചേട്ടനും സച്ചേട്ടനും പുറകെ പോകാൻ വേണ്ടി നിൽക്കണ്ട. നമ്മള് നമ്മുടെ കാര്യം നോക്കുക. ആരുടെയും പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ആരടാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി പോകുന്നത്? സച്ചിയല്ലേ നിന്റെ കൈ ഓടിച്ചത്, അതുകൊണ്ടാണ് അവനോട് എനിക്കും ദേഷ്യം വന്നത്. ശരി, വിട്ടേക്ക്. എന്തായാലും നീ പറഞ്ഞതല്ലേ അവരുടെ ജീവിതം, അവർ നന്നായിട്ടിരുന്നാൽ നല്ലത്. ഞാൻ എന്തായാലും ഒന്നിലും തലയിടാൻ വേണ്ടി പോകുന്നില്ല. ശരി ആന്റണി ചേട്ടാ, ഞാൻ കോളേജിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശരത്ത് അവിടെ നിന്ന് പോവുകയാണേ. ശരത്ത് പോയി കഴിഞ്ഞതിന് ശേഷം ആന്റണിയുടെ അടുത്ത് ആ കൂടെയുള്ളവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അതെന്താ ശരത്ത് അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു എന്നുള്ള കാര്യം. അവന്റെ ചേച്ചിയുടെ ലൈഫിൽ ആന്റണി ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെയാണ് പറഞ്ഞിട്ട് പോകുന്നത്. അത് തന്നെയാണ് എനിക്കും ദേഷ്യം തോന്നിയത്. പക്ഷെ ഞാൻ ഒന്നും കാണിച്ചില്ല. അവനെ ഉപയോഗിച്ചിട്ട് ആ സച്ചിക്കും രേവതിക്കും നല്ല പണി കൊടുക്കാന്ന് വിചാരിച്ചതാണ്. ഇപ്പോ ഇവൻ തന്നെ ഇങ്ങനെ പറയുകയല്ലേ? ഇവന് സച്ചിയുടെ മേലുള്ള ദേഷ്യം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ
സച്ചിയും ഇവനും ഒന്നാകും. അത് നമുക്ക് നല്ലതായിട്ടുള്ള കാര്യമല്ല. അപ്പോ നമ്മൾ എന്താ ചെയ്യാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തായാലും ഉടനെ ഒന്നും ചെയ്യണ്ട. അവൻ ചേച്ചിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ സംസാരിച്ചിട്ട് പോയതാണ്. എന്തായാലും കുറച്ച് മാറ്റി നിർത്താം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ശ്രുതിയും ശ്രുതിയും കൂടി ചേർന്നിട്ട് കടയിലേക്ക് പോവാണ്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഡീലറെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ശ്രുതിയുടെ അടുത്ത് കട നോക്കാൻ വേണ്ടി പറഞ്ഞ് ശ്രുതി കടയിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് മാഡത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നിട്ടുണ്ട്. ആരാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആരാന്നൊന്നും അറിയില്ല. മാഡത്തിന്റെ പേര് ചോദിച്ചിട്ട് വന്നതാണ്. അവര് ഒരുപാട് പ്രോഡക്ട്സിന്റെ റേറ്റ് ഒക്കെ കിട്ടും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം തോന്നുന്നു. ഓ ആണോ, അവരെവിടെയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മാഡം അവിടെ ഫ്രിഡ്ജിന്റെ സെക്ഷനിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ശരി, ഞാൻ എന്തായാലും നോക്കിക്കോളാം എന്ന് പറയാണേ. അങ്ങനെ ശ്രുതി ചെന്നുങ്ങാണ്ട് എക്സ്ക്യൂസ് മീ സാർ എന്നുള്ള കാര്യം പറയുമ്പോൾ തിരിഞ്ഞു നോക്കുന്നത് നമ്മുടെ നവീൻ ആണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ് ശ്രുതി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കയ്യിൽ ഒരു ബൊക്കയുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ശ്രുതി വലിയ കടയാണല്ലോ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. എന്തായാലും ശ്രുതിയുടെ വളർച്ച കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാൻ കേട്ടോ നവീന്റെ അടുത്ത്. നിനക്ക് ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ എന്ന് പറഞ്ഞിട്ട് ബൊക്കെ കൊടുക്കുന്നുണ്ടേ. പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മടിക്കുന്നുണ്ട്. സ്റ്റാഫ് എല്ലാം നോക്കുന്നുണ്ട്. വാങ്ങിയില്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക? അത് കേൾക്കുമ്പോൾ അങ്ങനെ പിടിച്ചങ്ങോട്ട് വാങ്ങുവാണ് കേട്ടോ ബൊക്കെ. ഉടനെ തന്നെ നീ ഇവിടുന്ന് പോയിക്കോ, ശ്രുതി വരും എന്നുള്ള കാര്യം പറയുമ്പോൾ നല്ല കാര്യം, എന്തായാലും അവനെയും കൂടി കണ്ടിട്ട് പോകാമല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ നീ എന്തിനാ എന്നെ ടോർച്ചർ ചെയ്യുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീയാണല്ലോ എന്നെ പറ്റിക്കുന്നത്. വന്ന് ഇപ്പോ നീ എനിക്ക് പണം കറക്റ്റ് ആയിട്ട് തരുന്നില്ല. നീ എന്താ കളിക്കുകയാണോ? ഞാൻ സുധീരുടെ അടുത്ത് കള്ളം പറഞ്ഞ് നിനക്ക് 1 ലക്ഷം രൂപ മേടിച്ചു തന്നില്ല എന്ന കാര്യം ചോദിക്കുമ്പോൾ ആ തന്നു, പക്ഷേ അത് പോരാ, എനിക്ക് ഇനിയും ആവശ്യമുണ്ട്. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നീയല്ലേ, ഇനിയും എനിക്ക് പണം ആവശ്യമുണ്ട്. എന്റെ അടുത്ത് പണമില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ നീ എന്റെ അടുത്താണോ കള്ളം പറയുന്നത്? പണമില്ലാതെയാണോ നീ ഇത്രയും വലിയ കട വാങ്ങിച്ചിരിക്കുന്നത്? എല്ലാ പണവും ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യം ശ്രുതി പറയുകയാണേ. ശരിക്കും എന്റെ കയ്യിൽ പണമില്ല, ഒന്ന് മനസ്സിലാക്കി എന്ന് പറയുമ്പോഴേക്കും ശരി, നിന്നെ കണ്ടിട്ടും എനിക്ക് പാവം തോന്നുന്നുണ്ട്. അപ്പോ പണമായിട്ട് വേണ്ട, സാധനമായിട്ട് മേടിക്കാം. എന്താ നീ പറഞ്ഞത്? നിന്റെ പാർലറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് എനിക്ക് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടല്ലോ. എന്റെ കല്യാണത്തിന് ശേഷം പുതിയ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അതിന് ഒരുപാട് സാധനങ്ങൾ വേണമല്ലോ എന്ന് പറഞ്ഞ് നവീൻ ഇങ്ങനെ ചുറ്റി നോക്കുന്നുണ്ടേ. ശരി, ഒരു കാര്യം ചെയ്യേ, നല്ല വിലയുള്ള ഒരു ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഒരു AC, ഒരു വലിയ TV. നീ എന്താ വല്ല വരദക്ഷിണയും ചോദിക്കുന്നത് പോലെ ലിസ്റ്റ് ഒക്കെ ഇടുന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ വരദക്ഷിണയല്ല, നീ എനിക്ക് തരുന്ന ഗിഫ്റ്റ് എന്റെ കല്യാണത്തിന്. അപ്പൊ കാശോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഗിഫ്റ്റ് തരുന്ന അത് ആരെങ്കിലും കാശ് മേടിക്കും എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. നീ പറഞ്ഞ സാധനങ്ങൾക്ക് ഏകദേശം 2-2.5 ലക്ഷം രൂപ വരും. അപ്പൊ ഞാൻ ശ്രുതിയുടെ അടുത്ത് എന്ത് പറയുന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ കള്ളം പറയാൻ വേണ്ടിയിട്ട് നിനക്ക് ഞാൻ പറഞ്ഞു തരണോ കല്യാണി? കള്ളം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ കല്യാണി? നീ എന്ത് വേണമെങ്കിലും ചെയ്യേ. എനിക്ക് സാധനങ്ങളെല്ലാം ഇന്ന് വേണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് എനിക്ക് തരാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് മാറുന്നുണ്ട്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് ഇപ്പൊ വരുന്നല്ലേ പറഞ്ഞത്? അവര് വന്നിട്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം വാങ്ങിക്കേണ്ടതെല്ലാം മേടിച്ചിട്ട് ഞാൻ പൊക്കോളാം. പ്ലീസ് എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി. ഞങ്ങളിപ്പോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പൈസ നീ തന്നെ കൊടുത്തോ. ഇന്ന് സാധനം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. എന്തായാലും ശ്രുതിയെയും പറ്റിച്ചിട്ട് നവീൻ അവിടുന്ന് സാധനം കൊണ്ട് പോകുന്നുണ്ട്. അതിന്റെ പണത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി എന്തൊക്കെയാ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ നാളത്തെ എപ്പിസോഡിൽ പറയാം കേട്ടോ. എല്ലാവർക്കും ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്